ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളിങ്ങനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ കർത്താവിൽ ഒത്തിരി സന്തോഷം തോന്നി. When I came to the church, I'm really happy to see how the next generation is worshiping the Lord. ഞാൻ എപ്പോഴും കൊതിക്കുന്ന കാര്യമാണ് കർത്താവിനെ നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. And the goal is to worship with a pure heart and in spirit and in truth. അടുത്ത ജനറേഷനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കർത്താവ് എന്തോ ഒരു ബർഡൻ തന്നിട്ടുണ്ട്. God has given me a burden to focus on the next generation. അതുകൊണ്ട് എൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ ആ രീതിയിലുള്ള കണക്റ്റഡ് ആയിട്ടിരിക്കും എല്ലായിടത്തും. So the way I structure my message is to reach out to the next generation. ഈ കഴിഞ്ഞ ദിവസവും ദൈവം അതിനെക്കുറിച്ച് ഈ രാജ്യത്ത് വെച്ച് സംസാരിച്ചു. And God was able to speak through me regarding that and also this land. അത് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വചനത്തിലൂടെയാണ് ദൈവം ഇടപെട്ടത്. And God spoke to me through a verse and to a passage that I never really thought of. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം From 1 Kings, 3-ാമത്തെ അധ്യായം chapter 3, അതിന്റെ 9-10 വാക്യങ്ങൾ. verses 9 and 10. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? 10-ാമത്തെ വാക്യം. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. So give your servant a discerning heart to govern your people and to distinguish between right and wrong. For who is able to govern this great people of yours? The Lord was pleased that Solomon had asked for this. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞ്. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ഒരു വലിയൊരു റെവലേഷനാണ്. This is a big revelation. അപ്പോൾ കർത്താവിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചോദിക്കണം. We should ask things that pleases God. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നവരാണ്. We ask a lot of questions. ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുള്ളവരാണ്. We ask for a lot of need. ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. And our life is where if we have all these things is where we can stand comfortably. എന്നാൽ ഒരു രാജാവ് ചോദിച്ച ഈ വലിയൊരു കാര്യം കർത്താവിന് ഭയങ്കര ആശ്ചര്യം തോന്നി. But when a king asked this specific thing, God was really pleased. അപ്പോൾ ശലോമോൻ ഈ കാര്യം ചോദിച്ചത് എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. And God's desire is for us to ask and seek things that pleases God. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു ആ കാര്യം ചോദിച്ചതുകൊണ്ട് കർത്താവിന് കൂടുതൽ മനസ്സലിവ് രാജാവിനോട് തോന്നി. And because he asked the specific thing that pleases God, God had more of a compassion and grace to him. നമ്മൾ താപ്പോട്ട് വായിക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് നീ എന്നോട് ദീർഘായുസ്സ് ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല, ശത്രു സംഹാരം ചോദിച്ചില്ല. And then God goes ahead and tells Solomon that because you didn't ask for riches or for long life or even the death of your enemies. നമ്മൾ ഇത് മൂന്നും ചോദിക്കേണ്ട കാര്യം ചോദിക്കാറില്ല. We will ask all the other things, but we will not ask the thing that really matters. അപ്പോൾ നമ്മൾ ദീർഘായുസ്സ് ചോദിക്കുന്നവരാണ്. We are ones to ask for long life. നമ്മൾ സമ്പത്ത് ചോദിക്കുന്നവരാണ്. We will ask for riches. ശത്രു സംഹാരം സംഹരിക്കാൻ പറയത്തില്ലെങ്കിൽ ഒതുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. We will ask, though we will not ask for ഒരു കുഞ്ഞു പണിയേൽ കൊടുക്കണേ എന്ന് ആഗ്രഹിക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകാറുണ്ട് നമുക്ക്. We will ask things that pleases us. ആമേൻ. സോ കർത്താവ് പറയാണ് ഈ മൂന്ന് കാര്യം. അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഈ കർത്താവ് ഈ മൂന്ന് കാര്യം എന്തിനെ എടുത്തു പറഞ്ഞെന്നു. And I asked myself, why did God specifically talk about these three topics? അപ്പോൾ ഇതൊരു കോമൺ സബ്ജക്റ്റാണ്. കർത്താവിൻ്റെ ചെവി കേട്ട് കർത്താവ് അങ്ങ് സഹി കെട്ടിരിക്കുന്ന മൂന്ന് സബ്ജക്റ്റാണ്. ദീർഘായുസ്, സമ്പത്ത്, ശത്രു സംഹാരം. And these things, I'm sure God has heard this many times, millions of times, these three things, which is riches, long life, and the death or destruction of enemies. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ദൈവമേ ഇത് മൂന്നും ഇല്ലാത്ത ഒരു പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരണേ. And I've asked God to give me the grace to pray a prayer that does not talk about these three topics. ഏതാണ് ആ മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞേ? What are the three topics? അയ്യോ, അത് പറയുന്ന സൂക്ഷിച്ചു വേണം. പിന്നെ അത് ആ കാര്യം കോട്ട് ചെയ്യുമ്പോഴേ കർത്താവ് കണ്ടോ ചർച്ച വെച്ച് നീ എന്നോട് സംസാരിച്ചാണ് ഈ മൂന്ന് കാര്യം ഇനി ചോദിക്കത്തില്ലെന്ന്. അതുകൊണ്ട് നമ്മളത് കോട്ട് ചെയ്യണ്ട. കാരണം നമുക്കിത് മൂന്നും ഇല്ല, പ്രാർത്ഥനയില്ല. Sometimes in our lives, if we don't have these three things, it's not really a prayer. നമ്മുടെ prayer subject മുഴുവൻ concerned to these three things. Our entire prayer is consisting of these three things. പക്ഷെ കർത്താവ് പറയാണ് ഒരു ജ്ഞാനമുള്ള വിവേകമുള്ള ഹൃദയം അതിൻ്റെ ഗ്ലോറി ഭയങ്കരമാണ്. The desire for wisdom is the glory behind that is a huge benefit. ഞാനിപ്പോഴേ ശലോമി ആൻറ്റിയെ കണ്ടത് ഇവിടെ വെച്ച്. ആൻറ്റിയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് വെളിപ്പാട് ദൈവം തന്നത്.
I believe this revelation was given to me when we were worshiping at Solomonti's house. അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് എന്നെ വിറച്ചു പോയി അങ്ങ്. I was really shocked and stunned. 16 വാക്യം മുതലാണ് ആ സബ്ജക്റ്റ്. The main theme or the main verses 16. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇംഗ്ലീഷിലങ്ങ് വായിച്ചു പോയി പോലെ, Okay. അല്ലെങ്കിൽ മലയാളത്തിൽ അത് സ്ക്രീനിലിടും, എല്ലാവരും നോക്കിപ്പോയാൽ മതി. 16 മുതലുള്ള വാക്യങ്ങൾ. Now 2 prostitutes came to the king and stood before him. One of them said, "Pardon me, my lord, this woman that I live with in the same house, and I had a baby while she was there with me. The third day after my child was born, this woman also had a baby. We were alone, and there was no one in the house but the 2 of us. During the night, this woman's son died because she laid on him. So she got up in the middle of the night and took my son from my side while I, your servant, was asleep. She put him by her breast and put her dead son by my breast. The next morning, I got up to nurse my son, and he was dead. And when I looked at him closely in the morning light, I saw that this wasn't my son I had born." The woman said, "No, the living one is my son, and the dead one is yours." And the first one insisted, "No, the dead one is yours, and the living one is mine." And so they argued before the king. ഓക്കെ, ഒത്തിരി ഉണ്ടല്ലോ വായിക്കാൻ. അത് നമുക്കറിയാവുന്ന സബ്ജക്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ 28 വാക്യം ഒന്ന് കോട്ട് ചെയ്ത് വായിച്ച്. Verse 28. So when all Israel heard the verdict the king had given, they had held the king in awe, because they saw he had great wisdom from the Lord to administer justice. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. They were all in awe from the great wisdom he had. ഒരാളെ പേടിക്കണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഭയങ്കര പേടിയാണ് റോഡിൽ കൂടെ നടക്കുന്നത്. കാരണം എപ്പോഴാണ് വെടിയുണ്ട വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ വിസിറ്റേഴ്സ്, പണ്ടൊരു സർദാർ വിസിറ്റ് ചെയ്ത് റോഡിൽ കൂടെ നടന്നപ്പോൾ പുള്ളി ഇങ്ങനെ ചവിട്ടി പിടിച്ച് കൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് നടക്കാൻ. അപ്പോൾ ഒരാളെ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ഒരാളെക്കുറിച്ച് നമുക്കൊരു ഭയം ഉണ്ടാകാറുണ്ട്. ഒരാളെ കാണുമ്പോൾ നമുക്ക് പല രീതിയിൽ ഭയം ഉണ്ടാകാറുണ്ട്. So when you see someone, there are different fears that come into your heart. ചിലരുടെ പൊക്കവും തടിയോ കാണുമ്പോൾ അവരോട് ചില സൂക്ഷിച്ചേ നമ്മൾ സംസാരിക്കാറുള്ളൂ. ദേഷ്യം വന്നാലും മര്യാദയ്ക്കൊക്കെ സംസാരിക്കത്തുള്ളൂ. ഭയമാണ് അവരുടെ ശരീരം കാണുമ്പോൾ. So those type of people, even let's say they have a big stature, when we are angry we'll watch our words because we are afraid of what they may do to us. ഈ ചിലരുടെ ഈ പോലീസിന്റെ ഡ്രസ്സ് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. When I see a uniform, I tend to be a little more fearful. ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭയമാണ്, അവരുടെ പവറും അവരുടെ സോഴ്സസും ഒക്കെ ഓർക്കുമ്പോൾ. When we recognize some assumed power of somebody, we tend to fear in ourselves. ഒരു മനുഷ്യന്റെ ജ്ഞാനം കാണുമ്പോൾ ഭയം തോന്നുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ആശ്ചര്യമാണ്. And it's a great testimony to be afraid of somebody because of their great wisdom. ഞാൻ അത് ഷോർട്ടായിട്ട് അങ്ങ് പറയാം. 2 വേശ്യമാരായ സ്ത്രീകൾ രാജാവിൻ്റെ അടുക്കൽ വന്നു. So 2 prostitutes came before the king. അവരുടെ കംപ്ലൈൻറ്റ് ഇതാണ്. അവർ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, 2 പേരുടെയും സ്റ്റോറി അവിടെ പറയുന്നത് ഇവർ 2 പേരും മാത്രം താമസിക്കുന്ന വീടാണ്. So one thing that caught my eye was that it was a house that they both lived together alone. അവൻ ഇവർ 2 പേരും ഏതാണ്ട് ഒരു 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഇവരുടെ ഡെലിവറി നടന്നത്. And they both gave birth to their child within 2 to 3 days between each other. അവർ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. And they were the only ones in that house. അപ്പോൾ തന്നെ ഇവർക്ക് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇല്ല. So there is no in their life, and because of their behaviors, there's no such thing as a husband in their life. അവർ വേശ്യമാരാണെന്ന് എഴുതിയിട്ടുണ്ട്. And they were 2 prostitutes. ഇവർ 2 പേരും കിടന്ന് ഉറങ്ങുമ്പോൾ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇവിടുത്തെ വിഷയം. And this main topic is about something that happened while they both were sleeping. ഒരാൾ കിടന്നുറങ്ങിയപ്പോൾ അറിയാതെ കുഞ്ഞിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങിപ്പോയി, കുഞ്ഞങ്ങ് മരിച്ചുപോയി. So one of them, with the child next to them, they rolled on top of the child, and the child sadly died. അവൾ ചത്ത കുഞ്ഞിനെ എടുത്ത് മറ്റേ ആളിന്റെ സൈഡിൽ കിടത്തിയിട്ട് ജീവനുള്ള കുഞ്ഞിനെ എടുത്ത് തൻ്റെ സൈഡിൽ കിടത്തി. And so she took the dead child and replaced the child with the one that is alive. അപ്പം 3 ദിവസം കഴിഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ അമ്മ കണ്ടപ്പോൾ മനസ്സിലായി, ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് കണ്ട് ചത്ത കുഞ്ഞിനെ വെച്ച് അവർ സംസാരമുണ്ടായി, വാദമുണ്ടായി. So even though it was a 3-day-old baby, the real mother, the first mother, was able to recognize that this was not my child. And so they had an argument. ഈ വിഷയം രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. And so now this was brought before the king. അവിടെ
രാജാവിൻ്റെ അടുക്കൽ വെച്ച് ഇവർ വാദിക്കുന്ന ഒരു വാദമാണ് 22-ാമത്തെ വാക്യം. So in verse 22, they say it was one thing. They argue within each other, saying, "The living one is mine. The living one is my son, and the dead one is yours." മറ്റേ സ്ത്രീ പറയണ ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഇവളു മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ രാജാവിൻ്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു. So between each other, they were arguing, contradicting, and accusing each other of who's the real son. അപ്പം എന്നോട് കർത്താവ് പറഞ്ഞത് ഭയങ്കര വാദങ്ങൾ ഇവിടെ ജനറേഷൻ്റെ പിറകിൽ വ്യാപരിക്കുന്നു. So a lot of accusations and a lot of strife is happening in the generations coming forward. ഈ സബ്ജക്റ്റ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തിയത്, അപ്പം ഞാനിങ്ങനെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്നോട് ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇതിങ്ങനെ എനിക്ക് തന്നെ ഞാൻ ദൈവം ഇതെന്തിനാ അവിടെ പറയുന്നത്, അവിടെ ഇതുമായിട്ട് എന്ത് കാര്യം. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ദർ ഈസ് എ മെസ്സേജ്, എനിക്ക് വേണ്ടി അവിടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. Though I questioned God, asking why is a specific message told at this time, but I believe that was a message that was ministering to me. അപ്പം ഒരു ജനറേഷൻ്റെ പിന്നിൽ നടക്കുന്ന ഈവിൾ വാദങ്ങൾ അത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര വളർന്നാലും ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. So the next generation has an evil spirit or an evil the power that's following them, trying to destroy them. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഒത്തിരി വാദങ്ങൾ നമ്മളെക്കുറിച്ചും നമ്മുടെ പിന്നാമ്പുറങ്ങളിലുമുണ്ട്. From the moment we are born, there are so many things from the evil spirits or evil the world starts taking place, trying to destroy us. നമ്മൾ അറിയാതെ നമ്മുടെ അമ്മമാർ തമ്മിലുള്ള വാദങ്ങൾ, things that are coming from our forefathers, നമ്മൾ അറിയാതെ നമ്മുടെ പേരൻസിനിടയിലുള്ള വാദങ്ങൾ, things and powers that are working in our parents' generations, ഒരു ജനറേഷന്റെ വളർച്ചയെ ചൊല്ലിയുള്ള വാദങ്ങൾ, things that hinder the growth of a generation. വാദിക്കുന്നത് മനുഷ്യർ മാത്രമല്ല വാദിക്കുന്നത്. It's not human beings that are doing this. ഒരു ജനറേഷനെ അങ്ങ് കൊന്നുകളയത്തക്ക വിധത്തിലുള്ള വാദമാണ്. This type of power is trying to destroy an entire generation. ഒരു ഫാമിലിയുടെ സക്സസിനെ തകർക്കുന്ന വാദങ്ങളാണിത്. These are things that destroy the success of a happy family. എനിക്കറിയാം, എൻ്റെ ലൈഫിലൊക്കെ ഒത്തിരി വാദങ്ങൾ നടത്തിയിട്ടുണ്ട് എൻ്റെ ലൈഫിനെ കുറിച്ച്. There were a lot of things, a lot of powers that were working behind my family. ഞാൻ വലിയ കുഞ്ഞു പ്രായത്തിൽ മൂർഖമ്പാമ്പിനെ എടുത്ത് വെച്ച് മൂർഖമ്പാമ്പിനെ വെച്ച് ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അതിങ്ങനെ ചീറ്റുമായിരുന്നു, അത് കടിക്കാൻ ദൈവം അനുവദിച്ചില്ല. When I was little, I used to play with this cobras, but God's grace, they were not able to strike me. ഒത്തിരി വാദങ്ങൾ നമുക്ക് നമ്മുടെ ജനറേഷൻ്റെ പുറകിൽ നടക്കുന്ന പല സിക്നസ്, പല ഈവിൾ അറ്റാക്കുകൾ, സിൻ പാപങ്ങൾ, ഇതെല്ലാം ഒരു തരത്തിലുള്ള ഈവിൾ വാദങ്ങളാണ്. So these are things that come because, and the symptoms are sicknesses, financial issues, all these problems that come in to destroy a good godly family. നമ്മുടെ ഫാമിലിയുടെ സ്വസ്ഥത കളയുന്ന ഒത്തിരി വാദങ്ങളുണ്ട്. Ones that destroy the peace of the family. ഒരുപാട് കുഞ്ഞുങ്ങളെ ഇതിങ്ങനെ അറിഞ്ഞോ അറിയാതെയോ വേട്ടയാടുന്നുണ്ട്. And it starts taking the generation, the children, and starts working in their lives. എനിക്ക് അതിൻ്റെ ഒത്തിരി ക്ലാരിഫിക്കേഷനോട് പോകാൻ സമയമില്ല. പക്ഷേ ഈ സഭ, ഫാമിലീസ് വളരെ എടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായുള്ള സകല വാദങ്ങളെയും കർത്താവ് പൊളിക്കണം. And all the evil doors that are working behind a generation, our church, and as families, we should pray over that on our next generation. കാരണം എവിടത്തെ തലമുറയ്ക്കെതിരെയാണ് അവർ ജനിച്ചു വീഴുമ്പോൾ മുതലേ വാദങ്ങൾ. These doors that are opening, the evil doors that are opening, are trying to stop them from reaching their true purpose. നമ്മൾ ആരും ഈ സബ്ജക്റ്റ് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവരാറില്ല. And normally we don't bring this type of topic to the King of Kings. ഇത് സ്പെസിഫിക് ആയിട്ട് ഇതൊരു വലിയ കാര്യമായിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ ദൈവസന്നിധി കൊണ്ടുവരണം. This is something that we bring in a specific prayer and like an actual fasting and prayer moment. നമ്മൾ പൊതുവേ ഉള്ള കുറേ പ്രാർത്ഥനകളുണ്ട്. We have the general prayers that we pray. കർത്താവ് ആഗ്രഹിക്കുന്ന ഈ വിസ്ഡം അപ്ലൈ ചെയ്ത് ചിലതിനെ ബ്രേക്ക് ചെയ്യുന്ന ചില ദൈവപ്രവർത്തികൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And God's desire is to give us the wisdom to break these curses and these doors from our lives. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ കർത്താവ് ഇന്ന് ഇത്രയും ദൈവസാന്നിധ്യമുള്ള ഈ സമയത്ത് നമ്മുടെയൊക്കെ ജനറേഷൻ്റെ പിന്നിലുള്ള അവരുടെ സക്സസ്സിലേക്ക് അവരെ വിടാതെ
അവരുടെ എന്താ പറയുന്നത്, അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രോമിസിലേക്ക് അവരെ വിടാതെ എവിടെങ്കിലുമൊക്കെ അവരെ ബ്ലോക്ക് ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യുന്ന വാദങ്ങൾ ഇന്ന് ഈ രാജാതിരാജാവിൻ്റെ സഭയിൽ വെച്ച് ദൈവം പൊളിക്കണം. How many of us desire that these doors are being destroyed, will be destroyed in the lives of the children and the lives of the generation that are being affected? അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെയൊക്കെ ഇരകളാണ് നമ്മൾ. And without knowing, these things are our burdens, our responsibilities. കാരണം നമ്മുടെ അമ്മമാർക്കൊന്നും ഇത് കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാൻ കഴിഞ്ഞിട്ടില്ല. Sometimes our parents or our previous generation may not have had the opportunity to come before and place us in front of God. പക്ഷേ ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ റെവലേഷൻ കിട്ടിയ നമ്മൾ ഇത് വെച്ച് പ്രാർത്ഥിക്കണം. But through the word we should use this revelation and bring it in front of God. ഇത് ചുമ്മാ ഒരു സ്റ്റോറി എഴുതി വെച്ചിരിക്കുന്നതല്ല. This is not a simple story. ഇത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട വിഷയവും ദൈവം ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റുമാണ്. And we should bring the topics and things that we want God to break from our lives. ആമേൻ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? And let us close our eyes in prayer. ആമേൻ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ? Everyone just rise up. രാജ്യാന്തര നിലവാരങ്ങളിൽ ഒരുപാട് മേഖലകളിൽ എത്താനുള്ള തലമുറകളെ എത്താൻ പാടില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില വാദങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. There are many evil doors that are trying to stop generations from reaching that high purpose that God has placed. അവൻ നമ്മുടെ നടുവിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. And there are so many children in our midst. അവരെ ഒരു വാദങ്ങളും ഒതുക്കാൻ പാടില്ല. And no door should be against them. ഫാമിലിക്കകത്തെ ഒരു വാദവും അവരെ ഒതുക്കരുത്. No evil doors should be present in the families. പേരൻസിനിടയിലുള്ള ഒരു വാദവും അവരെ ഒതുക്കരുത്. No curse or no evil door should be in the midst of our parents. ഈ രാജ്യത്തിന്റെ നിയമത്തിന്റെ യാതൊരു വാദങ്ങളും അവരെ ഒതുക്കരുത്. And all the evil doors within the laws of the land should be broken. ഒരു അനാവശ്യ വാദങ്ങളും അവരുടെ ലൈഫിനെ ബ്ലോക്ക് ചെയ്യരുത്. No, these things should not block any of our lives. ഇപ്പോൾ ഈ ജ്ഞാനം അവരെ ഫ്രീ ആക്കാൻ പോവാ. This wisdom should free them. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ ഫ്രീ ആക്കാൻ പോവാ. And the Holy Spirit is going to work in their lives and free them from this. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. Thank you Jesus. Thank you. വായ തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒന്നാമത്തെ ഫ്രീഡം എൻ്റെ മേൽ വ്യാപരിക്കണം. ഇവിടെ നിൽക്കുന്ന മുഴുവൻ പേരുടെയും ജനനം മുതലുള്ള വാദങ്ങൾ, അമ്മിഞ്ഞ പാല് കുടിക്കുന്ന പ്രായം മുതലുള്ള വാദങ്ങൾ, അവർ പ്രസവിച്ച് വീണ കാലം മുതലുള്ള വാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ കമോൺ വായ തുറന്ന് പ്രാർത്ഥിക്കും ചർച്ച്. അടുത്ത ഒരു ജനറേഷന് വിരോധമായിട്ടുള്ള മുഴുവൻ ഈവിൾ വാദങ്ങളും, അവരുടെ വിവാഹത്തിന് മാരേജിന് വിരോധമായുള്ള വാദങ്ങൾ, അവർക്ക് തലമുറ ഉണ്ടാകാതിരിക്കാനുള്ള വാദങ്ങൾ, അവരുടെ ഫാമിലി ബന്ധങ്ങൾ സക്സസ് ആകാതിരിക്കാനുള്ള വാദങ്ങൾ, അവരാർക്കും പ്രയോജനമാകരുതെന്ന് പറഞ്ഞുള്ള വാദങ്ങൾ, പെറ്റമ്മയ്ക്ക് പോലും അവർ പ്രയോജനമാകരുത്. യെസ്, അവരൊരു കുടുംബത്തിനും പ്രയോജനമാകരുത്, അവർ രാജ്യത്തിന് പ്രയോജനമാകരുത്, അവർ സഭയ്ക്ക് പ്രയോജനമാകരുത്. യേശുവിന്റെ നാമത്തിൽ എല്ലാ വാദങ്ങളും രാജാവിന്റെ ജ്ഞാനത്തിന്റെ സഭയിൽ, ഈ ജ്ഞാനത്തിന്റെ സഭയിൽ വെച്ച് എല്ലാ ഈവിൾ വാദങ്ങളും, ആരാ പറയുന്നേ, എനിക്ക് വിരോധമായുള്ള ഈവിൾ വാദങ്ങൾ ഇപ്പോൾ ഈ ചർച്ചിൽ വെച്ച് പൊളിയട്ടെ. കമോൺ ചർച്ച്, കമോൺ ചർച്ച്. മനത് ഇംഗ്ലീഷ് പറഞ്ഞേ, പറ, എനിക്ക് വിരോധമായുള്ള വാദങ്ങൾ ഈ സഭയിൽ വെച്ച് പൊളിക്കട്ടെ. Pray that these doors get destroyed in the name of Jesus. വാ തുറന്ന് പറഞ്ഞേ. Amen, 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 amen. Thank you, Jesus. Pray that these doors that these devil has placed in front of us gets destroyed in the name of Jesus. ഞാൻ ജനിച്ച നാൾ മുതലുള്ള വാദങ്ങൾ, The doors that were there since I was born, എന്റെ സക്സസിന് വിരോധമായുള്ള വാദങ്ങൾ, the things that are holding me back from my success, എന്റെ മുന്നേറ്റത്തിന് വിരോധമായുള്ള വാദങ്ങൾ, the things that are stopping my future, പറ യേശുവിന്റെ നാമത്തിൽ in the name of Jesus. ഇപ്പോൾ ഇവിടെ വെച്ച്
in this place, right now ഇവിടെ വെച്ച് right now in this place, യേശുവിന്റെ നാമത്തിൽ in the name of Jesus, യേശുവിന്റെ in നാമത്തിൽ the name of Jesus, come on church, speak after me. യേശുവിന്റെ നാമത്തിൽ in the name of Jesus, I break it in the name of Jesus. break it in the name of Jesus. ഇനി അത് മേലാൽ എൻ്റെ മേൽ വാദിക്കരുത്. Never again will this stand before me. ചില പാപത്തിന്റെ വാദങ്ങൾ, The things of sin, ചില ടെംപ്റ്റേഷൻ വാദങ്ങൾ, doors of temptation, അപ്പന്മാരുടെ കാലം മുതലുള്ള വാദങ്ങൾ the curses of our forefathers, യേശുവിന്റെ നാമത്തിൽ in the name of Jesus. ഈ പകൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. And this morning we break in the ഞങ്ങളുടെ name of കുഞ്ഞുങ്ങളെ ഞങ്ങൾ Jesus. ഫ്രീ ആക്കുന്നു. We free our children. ഞങ്ങളുടെ ഫാമിലിയെ ഞങ്ങൾ ഫ്രീ ആക്കുന്നു. We free our family. യേശുവിന്റെ നാമത്തിൽ In the name of ആ Jesus. ഫ്രീഡം സ്പിരിറ്റ് വ്യാപരിക്കട്ടെ. Let that freedom എല്ലാ spirit flow in ഫാമിലിക്കകത്ത് this place. വ്യാപരിക്കട്ടെ. Let this എല്ലാ place, സ്പിരിറ്റ് ഓഫ് ഡിവൈഡ്സിനെയും ഞങ്ങൾ spirits of ക്യാൻസൽ divorce. ചെയ്യുന്നു. anything that would hinder us be destroyed in the name of Jesus. എല്ലാ ഡിവോഴ്സിന്റെ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് All the ചെയ്യുന്നു. spirits of divorce, എല്ലാ evil sin, temptationsനെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. break all the temptations and evil sin from our lives. എല്ലാ സ്പിരിറ്റ് ഓഫ് സിക്നെസ്സിനെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. Break the spirit of sickness. ഞങ്ങളെ കൊന്നുകളയാൻ നിൽക്കുന്നത് പോലുള്ള വാദങ്ങൾ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. The powers are there to destroy us. We break it in the name of Jesus. ഞങ്ങളുടെ സക്സസിന് വിരോധമായുള്ള വാദങ്ങൾ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. Doors that hinder our success, we break it in the name Set of us Jesus. free, Lord. Set us free, O Lord. ഫ്രീ ആക്കുക കർത്താവേ. Free us, O ഈ Lord. കുഞ്ഞുങ്ങൾ ഫ്രീ ആകട്ടെ. Let these ഈ children be ഫാമിലികൾ free, O ഫ്രീ Lord. ആകട്ടെ. Let the families be set യേശുവിന്റെ free, O നാമത്തിൽ Lord. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഞങ്ങളുടെ മിനിസ്ട്രി ഫ്രീ ആകട്ടെ. In the name of ഞങ്ങളുടെ Jesus. ശുശ്രൂഷ ഫ്രീ ആകട്ടെ. Let this വർഷിപ്പ് ലീഡേഴ്സ് ഫ്രീ ആകട്ടെ. Let the worship leaders be freed in the name of ഇവരുടെ Jesus. പാട്ടുകൾ ഫ്രീ ആകട്ടെ. Let the songs be freed in the ഈ name of Jesus. അമേരിക്കയുടെ മീതെ ഇവര് ഫ്രീ ആകട്ടെ. All the lands will be freed in the name of ഇവർ Jesus. യൂണിവേഴ്സലി ഫ്രീ ആകട്ടെ. This universe be free in the name of Jesus. Amen. Amen. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. 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 Thank you, Jesus. ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ചോദിച്ചില്ലെങ്കിലും നമ്മുടെ വാ കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട പലതും ഈ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യാറില്ല. എപ്പോഴും ജ്ഞാനത്തിൻ്റെ വിസ്ഡത്തിൻ്റെ ചർച്ചിൽ കയറിയാൽ റെവലേറ്റഡായ ചില സബ്ജക്റ്റുകളെ ബ്രേക്ക് ചെയ്യണം. ആ വാക്ക് രാജാവ് നടപ്പിലാക്കി തരും. Amen. Amen. താങ്ക് യു ചർച്ച്. താങ്ക് യു മോനെ. Hi, this is Trisha. Thank you for watching this video. Click here to see more videos from us and here to subscribe. Thank you and God bless.